വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 60,000 കടന്നപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പുമായി KK രമ. ചിരിമായാതെ മടങ്ങൂ ടീച്ചർ എന്ന് പറഞ്ഞാണ് രമ KK ശൈലജയ്ക്കൊപ്പമുള്ള ചിത്രവും കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാം, ഇന്നാട് ബാക്കിയുണ്ടെന്നും രമ പറയുന്നു. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വയ്ക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വയ്ക്കണം. മനുഷ്യരെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. ചിരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാം, ഇന്നാട് ബാക്കിയുണ്ട്. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. വടകരയിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 1,00,000 വോട്ടിന്റെ ലീഡ് ഉയർത്തിയതോടെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് LDF സ്ഥാനാർത്ഥി KK ശൈലജ. ആലത്തൂർ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായ തരംഗമാണ് കാണാനാവുന്നതെന്നും അത് തുടരാനാണ് സാധ്യതയെന്നും KK ശൈലജ പറഞ്ഞു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പൊതുവായി കാണുന്ന UDF ട്രെൻഡ് തന്നെയാണ് വടകരയിലും കാണാനാവുന്നതെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. ഇന്ത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ട് വന്നതായി കാണുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ BJPക്ക് ബദലായാണ് കോൺഗ്രസിനെ കാണുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാണാറുള്ളതും അതാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അതേ ട്രെൻഡ് തന്നെയാണ്. വടകരയിൽ ഉൾപ്പെടെ ഉണ്ടായ സൈബർ കടന്നുകയറ്റം ജനങ്ങളെ സ്വാധീനിപ്പിച്ചിട്ടുണ്ടെന്നും നവമാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്നത് ആളുകളുടെ മനസ്സിലേക്ക് പോകുമെന്നും ശൈലജ പറഞ്ഞു. സത്യം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴേക്കും നുണ 100,000 മൈൽ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അതിനെ നമുക്ക് മറികടക്കാൻ കഴിയണമെന്നില്ലെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. അത്തരത്തിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആളുകളിലേക്ക് എത്തുന്നതിന് മുൻപേ മറ്റു രീതികളിൽ പ്രചരിക്കുന്നു. വ്യാജ പ്രചരണങ്ങൾക്ക് മറുപടി പറഞ്ഞു വരുമ്പോഴേക്കും അത് എല്ലാവരുടെയും മനസ്സിൽ കയറിയിട്ടുണ്ടാകും. വടകരയിൽ മാത്രമായി നമുക്കിത് പറയാനല്ല, കേരളത്തിൽ മുഴുവൻ UDFന് അനുകൂലമായ ട്രെൻഡാണ് വോട്ടെണ്ണുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ജനങ്ങളുടെ മനോഭാവവും ഒരു ഘടകമാണ്. തിരഞ്ഞെടുപ്പ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താലും നാട്ടുകാരെല്ലാം സമാധാനത്തോടെ ജീവിക്കണം. വടകരയിൽ ഷാഫി മുന്നിട്ട് നിൽക്കുന്നതായാണ് കാണുന്നത്. അത് തുടരാനാണ് സാധ്യത. എന്നാൽ ഇനിയും കുറെ റൗണ്ട് വോട്ട് എണ്ണാനുണ്ട്. ഇതുവരെ കണ്ട ട്രെൻഡ് തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നും KK ശൈലജ പറഞ്ഞു. ഇത്തവണ ആദ്യം കളത്തിലിറങ്ങിയത് KK ശൈലജയായിരുന്നു. കേരളമെമ്പാടും അസാമാന്യ സ്വീകാര്യതയുള്ള വ്യക്തി. 2021 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLA. എല്ലാം ശാന്തമായി മുന്നോട്ട് പോവുകയായിരുന്നു. വടകരയിൽ 2ാം ഊഴം പ്രതീക്ഷിച്ച് K മുരളീധരൻ ചുവരെഴുത്തുകളും ബാനറുകളുമായി മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഇതിനിടെയാണ് കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക്. മുരളീധരനെ തൃശൂരിലേക്കും ഷാഫി പറമ്പിലിനെ വടകരയിലേക്കും നിയോഗിച്ചു. ഇതോടെ വടകരയുടെ ചിത്രം തന്നെ മാറി.